إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم الله نور السماوات والأرض مثل نوره كمشكاة فيها مصباح المصباح في زجاجة الزجاجة كأنها كوكب ضجي يوقد من شجرة مباركة زيتونة لا شرقية ولا غربية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم. പ്രിയമുള്ള സത്യവിശ്വാസികളെ റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾക്ക് വിധേയരായി ജീവിതത്തിന്റെ സകല മേഖലകളിലും അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിച്ച് ഉത്തമങ്ങളായി മരിക്കാൻ കഠിനാധ്വാനം ചെയ്യണമെന്നും ആദ്യമായി ഇന്നെയും പിന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. റബ്ബുൽ ആലമീനായ അല്ലാഹു നമുക്കത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഐഹികലോക ജീവിതം നയിക്കുന്ന മനുഷ്യർക്ക് 4 കണ്ണുകൾ നൽകിയതായി ഉലമാ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. ഖാലിദ് ഇബ്നു മഅദാൻ റഹിമഹുല്ലാഹി തൊട്ട് ഇമാം തബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നത് കാണാം, മാ മിൻ ആദമിൻ ഇല്ലാ ലഹു അർബഅ അഅ്യുൻ. ഏതൊരു മനുഷ്യനും അല്ലാഹു 4 കണ്ണുകൾ പ്രദാനം ചെയ്തിരുന്നു. ഐനാനി ഫി റഅ്സിഹി ലിദുനിയാഹു. 2 കണ്ണുകൾ അവന്റെ തലയിൽ അല്ലാഹു വെച്ചു കൊടുത്ത ദുനിയാ കാര്യങ്ങൾക്ക് വേണ്ടി
അവന്റെ മഹീഷത്ത് നന്നാക്കാൻ വേണ്ടി അവന്റെ ഉപജീവനങ്ങളും അവന്റെ നടത്തവും അവന്റെ അന്വേഷണവും ഒക്കെ എളുപ്പമാക്കാൻ വേണ്ടി അവന്റെ തലയിൽ അല്ലാഹു വെച്ചു കൊടുത്ത രണ്ട് കണ്ണുകൾ. രണ്ടാമതായി അല്ലാഹു അവന്റെ ഖൽബിൽ വെച്ചു കൊടുത്ത രണ്ട് കണ്ണുകൾ. ആ രണ്ട് കണ്ണുകൾ ലിദീനിഹി, അവന്റെ ദീനിനു വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൈബിയായ നിലക്ക്, അദൃശ്യമായ നിലക്ക് അവൻ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ കാണാനും ആ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി ഗ്രഹിച്ച് ആ വഴികെട്ട് നടക്കാനും അല്ലാഹുവിന്റെ ഖൽബിൽ വെച്ചുകൊടുത്ത ആ ഉള്ളിലെ രണ്ട് കണ്ണുകൾ. ഒരു ദാസന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിലുള്ള രണ്ട് കണ്ണുകൾ അവന്റെ ഹൃദയത്തിലുള്ള ആ രണ്ട് കണ്ണുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാഴ്ച കൊടുക്കും. ആ ഹൃദയത്തിലെ കണ്ണുകൾക്ക് കാഴ്ച കിട്ടണം. ഹൃദയത്തിൽ കണ്ണുണ്ടായിട്ട് കാര്യമില്ല, അത് കാണാൻ കഴിയണം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനുഷ്യത്തിന് ഉപജീവനം എളുപ്പമാക്കാൻ നമ്മുടെ തലയിൽ വെച്ച് തന്ന രണ്ട് കണ്ണുകൾ, അത് കാണണമെങ്കിലും ഉള്ളിലെ കണ്ണ് കാണണമെങ്കിലും നല്ല പ്രകാശമാണ്. നമ്മളിൽ ഒരാൾ ഇരുളിൽ അകപ്പെട്ടുപോയാൽ കണ്ണുണ്ടായിട്ട് കാര്യമില്ല, കാണാൻ കഴിയില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ ഒരു എക്സിബിഷൻ വെച്ചു, കണ്ണു കാണാത്ത മനുഷ്യരുടെ ലോകം സൃഷ്ടിക്കാൻ. ആദ്യമായി നമ്മൾ ചെയ്തത് ഒരു ഇരുട്ട് മുറി ഉണ്ടാക്കില്ല, ഒരു സൂചി വെളിച്ചം പോലും കിടക്കാത്ത രൂപത്തിൽ ഒരു മുറി രൂപപ്പെടുത്തുക. ആ മുറിയിലേക്കാണ് കണ്ണ് കാണുന്നവന്റെ കയറ്റിവിട്ടത്. പക്ഷേ ആ മുറിയിൽ ഒരു 10 മിനിറ്റ് നമ്മൾ ചെലവഴിച്ചപ്പോൾ കണ്ണു കാണാത്തവരെ പോലെ നമ്മളായി. പുറത്തു വന്നതിന് ശേഷമാണ് നമ്മുടെ കണ്ണ് കണ്ടത്. ആ 10 മിനിറ്റ് നേരം എന്തുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയാത്തത്? ഇരുട്ടുകൊണ്ട്, വെളിച്ചമില്ലാത്തത് കൊണ്ട് നമ്മുടെ കണ്ണിന് കാഴ്ച ഇല്ലാത്തവരെ പോലെ നമ്മളായി. ഖുർആൻ പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആനിൽ അന്ധകാരത്തിൽ അകപ്പെട്ട മനുഷ്യർ അവരെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന സൂറത്ത് നൂറിലെ ആയത്തിൽ തെറ്റെന്ന് പറഞ്ഞു. ആഴക്കടലിനെ സംബന്ധിച്ച് വിശദീകരിച്ചപ്പോ ആഴക്കടലിന്റെ ഗുരുമാത്തുകൾ ഇരുളുകളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞപ്പോ അല്ലാഹു അവിടെ എടുത്തു പറഞ്ഞു, ഒരു മനുഷ്യൻ ആഴക്കടലെത്തിയാൽ സ്വന്തം കൈ കാണാൻ ആഗ്രഹിച്ചിട്ട് ആ സ്വന്തം കൈ നിർത്തി അതിലേക്കൊന്ന് നോക്കിയാൽ പോലും ആ സ്വന്തം കൈ പോലും കാണാൻ കഴിയാത്ത ഇരുട്ടാണ് ആഴക്കടലിലുള്ള ഇരുട്ട് എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് കണ്ണുണ്ട്, കാഴ്ചയുണ്ട്, പക്ഷെ ഇരുളിലാണ് എങ്കിൽ ആ കാഴ്ച ഒരിക്കലും അവന് പ്രതിഫലിക്കില്ല, കാണാൻ കഴിയില്ല. ഇത് മനുഷ്യന്റെ ഭൗതികമായ നമ്മുടെ കണ്ണിന്റെ അവസ്ഥയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കൽബിലെ കണ്ണു. അത് അല്ലാഹു നമുക്ക് വെച്ചു തന്നതാണ്. പക്ഷേ കണ്ണ് ഇരുളാണെങ്കിൽ ആ കണ്ണ് കൊണ്ട് കാണാൻ കഴിയില്ല, ആ കണ്ണിന് കാഴ്ചയുണ്ടാവില്ല. ഇരുളിൽ ആ കണ്ണിങ്ങനെ തുറച്ചു നോക്കുമില്ലായിട്ടേ, പക്ഷെ ഒന്നും കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ കൽബിലെ കണ്ണ് കാണണമെങ്കിൽ അവിടെ പ്രകാശം വേണം, കൽബിൽ വെളിച്ചം വേണം. അത് ഏറ്റവും നല്ല പ്രഭയുടെ കാണണം. എത്രത്തോളം കൽബിൽ പ്രകാശമുണ്ട് അത്രത്തോളം ആ കണ്ണിനെ കാണാൻ കഴിയും, ഉൾക്കണ്ണിനെ കാണാൻ കഴിയും. ഇൻസൈറ്റ് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലെ കണ്ണ് കൊണ്ട് നമ്മൾ കാണുന്ന അകൽക്കണ്ണ് കൊണ്ട് കാണുന്ന കാഴ്ചക്ക് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാകും, വ്യക്തത വരും. അപ്പൊ നമ്മുടെ കൽബിൽ പ്രകാശമാണ്. ആ പ്രകാശം എത്രത്തോളം പ്രതിഫലിക്കുന്നുവോ അത്രത്തോളം ആഗ്രഹത്തിൽ നമ്മൾ പ്രതിഫലിക്കും. ആ കൽബിലെ പ്രകാശം എത്രത്തോളം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നുവോ അത്രത്തോളം നാളെ ആഗ്രഹത്തിൽ നമ്മൾ ഫിസിക്കലായി പ്രകാശിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ആഗ്രഹത്തിൽ ഈ ആളുകൾ പറഞ്ഞില്ലേ, يوم لا يخزي الله النبي والذين آمنوا معه يسعى نورهم بين أيديهم وبأيمانهم ربنا أتمم لنا نورنا واغفر لنا. നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെയും മുഅ്മിനുകളെയും വഞ്ചിക്കാത്ത ദിവസം, ആ ദിവസത്തിൽ യസ്തഅനൂറുഹും ബൈന അയ്ദീഹിം വബിഅയ്മാനിഹിം,
അവരുടെ വലതുഭാഗത്തും അവരുടെ മുന്നിലുമെല്ലാം പ്രകാശം ഇങ്ങനെ നൂറിങ്ങനെ വരെയും ചെയ്തുകൊണ്ടിരിക്കും. ആ സന്ദർഭത്തിൽ ആഖിറത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ വിചാരണയ്ക്ക് വന്നു നിൽക്കുന്ന മുഅ്മിനുകളായ ആളുകൾ റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത് റബ്ബനാ അത്മിം ലനാ നൂറനാ, അല്ലാഹുവേ ഞങ്ങളുടെ പ്രകാശം നിങ്ങൾക്ക് പൂർത്തിയാക്കി താ അല്ലാഹ്. കാരണം ഫിസിക്കലായി പ്രതിഫലിക്കുന്ന നാളെ ആഖിറത്തിൽ ആ പ്രകാശം ഉള്ളിൽ എത്ര പ്രകാശിക്കുമോ അതിനനുസരിച്ച് അതിന്റെ തോതനുസരിച്ചുകൊണ്ടാണ് ആഖിറത്തിൽ ഓരോ മനുഷ്യനും പ്രകാശിക്കുന്നത്. മുഴുവനായി പ്രകാശിക്കുന്നവർ, കഴുത്തുവരെ പ്രകാശിക്കുന്നവർ, അരവരെ പ്രകാശിക്കുന്നവർ, കുട്ടുവരെ പ്രകാശിക്കുന്നവർ, കാൽപാദം വരെ പ്രകാശിക്കുന്നവർ, വെളുത്തുമ്പ് മാത്രം പ്രകാശിക്കുന്നവർ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേർതിരിച്ചു തന്നത് ഉള്ളിൽ ഐഹിക ലോകത്തിന് മനുഷ്യന്റെ കൽബിൽ എത്ര പ്രകാശം നിറഞ്ഞുവോ അത്രത്തോളമാണ് ആഖിറത്തിൽ നമുക്ക് അത് പ്രതിഫലിക്കുക എന്നത് കൃത്യമായി ഖുർആൻ നമുക്ക് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഉള്ളിലെ പ്രകാശം, കൽബിലെ പ്രകാശം, നമ്മുടെ കൽബിൽ പ്രകാശിക്കേണ്ട പ്രകാശം ഇവിടെ കിട്ടൂ. അതുപോലെ തന്നെ സൂര്യപ്രകാശം അത് കടത്തിവിടാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുന്നത്. ഇതുപോലെ കൽബിലെ പ്രകാശം അതെങ്ങനെയാണ്, അതെന്താണ്? അവിടെയാണ് വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞത് ഹൃദയത്തിലെ പ്രകാശം ഉണ്ടാകണമെങ്കിൽ ഹൃദയത്തിൽ വിളക്ക് കത്തണം, കൽബിൽ വിളക്ക് കത്തണം, ഹൃദയത്തിൽ ലയിച്ചു കത്തണം. ആ വിളക്ക് ഏതാണ്? ഖുർആൻ കൃത്യമായി പറഞ്ഞു, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ പ്രകാശമാണ് അല്ലാഹു. എന്ന് പറഞ്ഞാൽ അവൻ ഹാദിയാണ്. അല്ലാഹുവിന്റെ ഇസ്മുകളിൽ ഒരു ഇസ്മാണ് ഹാദി. ഹാദി എന്ന് പറഞ്ഞാൽ വഴി കാണിച്ചു കൊണ്ടുപോകുന്നവൻ. മനുഷ്യൻ മാത്രമല്ല, ആകാശഭൂമികളിൽ അല്ലാഹുവിന്റെ നിരവധി സൃഷ്ടികളുണ്ട്. മനുഷ്യൻ മാത്രമല്ല, ഈ ആകാശഭൂമികളുടെ സർവ്വതിനും വഴി കാണിക്കുന്നത് അള്ളയാണ്. സൂര്യന്, ചന്ദ്രന്, അങ്ങനെ എന്തുണ്ടോ അതിന് മുഴുവനും ആകാശഭൂമികളുടെ സർവ്വതിനും വഴി കാണിക്കുന്നവൻ അള്ളയാണ്. അതുകൊണ്ട് അമ്മ പറഞ്ഞത് ആകാശഭൂമികൾക്ക് വഴി കാണിക്കുന്നവൻ, ആകാശഭൂമികളുള്ളവർക്ക് വഴി കാണിക്കുന്ന നൂറമ്മയാണ്. ആകാശഭൂമികളിലുള്ളവർക്ക് വഴി കാണിക്കുന്ന ഹാദി അള്ളയാണ്. ആകാശഭൂമികളുടെ നൂറമ്മയാണ്. മദലൂരിഹി എന്ന് പറയാൻ അവന്റെ പ്രകാശത്തിന്റെ ഉപമ, അവന്റെ നൂറിന്റെ ഉപമ ഏതുപോലെയാണ്? കമിഷ്കാത്ത്, ഒരു വിളക്കുമാടം പോലെയാണ്. ഫീഹാ മിസ്ബാഹ്, ആ വിളക്കുമാടത്തിൽ ഒരു വിളക്കുണ്ട്. ആ വിളക്കുമാടത്തിൽ വിളക്കുണ്ട്, മനോഹരമായ വിളക്ക്, സ്ഫടിക സമാനമായ വിളക്കൽ. മിസ്ബാഹു ഫീ സുജാജ, സുജാജത്തിലാണ്, സ്ഫടികത്തിലാണ് വിളക്കുള്ളത്. അതൊരു മിന്നിത്തിളങ്ങുന്ന നക്ഷത്രത്തെ പോലെയാണ്. കന്നഹാ കൗകബുൻ യുഖദു മിൻ ശജറത്തിൻ മുബാറകത്തിൻ സൈതൂന, ആ വിളക്കിൽ എണ്ണയുണ്ട്, ആ വിളക്കിൽ എണ്ണയുണ്ട്. ആ എണ്ണ മിൻ ശജറത്തിൻ മുബാറകത്തിൻ സൈതൂന, ഏറ്റവും അനുഗ്രഹീതമായ വൃക്ഷത്തിൽ നിന്നുള്ള എണ്ണയാണ്. ആ എണ്ണയുടെ പ്രത്യേകത എണ്ണ പോലും പ്രകാശിക്കും. എണ്ണക്കൊരു വെളിച്ചം, എണ്ണക്കൊണ്ട് വെട്ടം. എണ്ണയ്ക്ക് വെട്ടം എന്ന് പറയുമ്പോ അത് ആ വിളക്കിന്റെ വെളിച്ചം തട്ടിയുള്ള പ്രകാശമാണോ? അല്ല, സ്വയമേ പ്രകാശിക്കുന്നു. ആ എണ്ണ തന്നെ പ്രകാശിക്കുന്നു. ആ എണ്ണയുടെ പ്രകാശം വിളക്കിന്റെ വെളിച്ചം തട്ടിയ പ്രകാശമല്ല. അതാ പ്രത്യേകം പറഞ്ഞത് വലൂലം തംസസ്സുനാർ. ആ വിളക്കിൽ പ്രകാശില്ലെങ്കിൽ തന്നെ എണ്ണകൾ സ്വയം പ്രകാശിക്കാൻ. ആ പ്രകാശിക്കുന്ന എണ്ണയുള്ള വിളക്ക്, ആ വിളക്കും തട്ടുകയാണ്. അങ്ങനെ വരുമ്പോഴോ പ്രകാശത്തിന് മേൽ പ്രകാശം, പ്രകാശത്തിന് മേൽ പ്രകാശം. കേട്ടോ, അങ്ങനെ ഒരു വിളക്ക്, അങ്ങനെ ഒരു വിളക്ക്. ഈ വിളക്ക് എവിടെ കിട്ടും? പാശ്ചാത്യ ലോകത്തിൽ കിട്ടോ? അമേരിക്കയിൽ കിട്ടോ? യുകെയിൽ കിട്ടോ? അതല്ലെങ്കിൽ ഏഷ്യയിൽ കിട്ടുമോ? ആഫ്രിക്കയിൽ കിട്ടോ? നിങ്ങളുടെ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന വിളക്കല്ല. ഇത് കിഴക്കിൻ്റെതോ പടിഞ്ഞാറേതോ അല്ല. ഇത് സയന്റിഫിക്കായി രൂപപ്പെടുത്തിക്കൊണ്ടുവരുന്ന ഒരു കൺസെപ്റ്റ് അല്ല. ഇത് പാശ്ചാത്യമോ പൗരസ്ത്യമോ അല്ല. അങ്ങനെ ഒരു വിളക്ക്. ഈ വിളക്ക് എവിടെയാ കാണാം? ഈ വിളക്ക് എവിടെയാ വെക്കുക? സ്ട്രീറ്റ് ലൈറ്റ് ആയിട്ടാണോ? എവിടെയാണ് ഇത് കാണാൻ കഴിയുക? ഇത് വേറെവിടെയും കാണാൻ കഴിയില്ല. ഈ ലൈറ്റ് കാണുന്നത് ഒരു മനുഷ്യന്റെ കൽബിലാണ്.
ഈമാനുള്ളവന്റെ കൽവിൽ കത്തുന്നവരെ കാണുക, ഒരു മുഅ്മിനിന്റെ കൽവിൽ കത്തുന്നവരെ കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രകാശം തരികയാണ്, ആ വെളിച്ചം ഇങ്ങനെ തരികയാണ്. ആ വെളിച്ചം കൽവിൽ എത്ര പ്രകാശിക്കുന്നുവോ അതിനനുസരിച്ച് ആ മനുഷ്യന്റെ ഉള്ളിൽ ഈമാൻ നിറയും. അവൻ അഹ്ലുൽ ഈമാനായി മാറും, ഉൾക്കാഴ്ചയുള്ളവനായി മാറും, റബ്ബിനെ കാണുന്നവനായി മാറും, അല്ലാഹുവിന്റെ ഇബാദത്ത് കൊതിക്കുന്നവനായി മാറും. അതുപോലെ തന്നെ ഇഖ്ലാസ് നിറഞ്ഞവനായി മാറും, ഖുശൂഅ് നിറഞ്ഞവനായി മാറും, ഭക്തിയുള്ളവനായി മാറും, തഖ്വയുള്ളവനായി മാറും. കാരണം അവന്റെ ഉള്ളകത്തിൽ പ്രകാശമുണ്ട്. മറ്റുള്ള നാടന്മാരും അതുപോലെ തന്നെ മറ്റുള്ള ദുനിയാപ്രേമികളും കാണാത്ത പലതും അവൻ കാണും. കാരണം അല്ലാഹു ആദിയായി അവന്റെ കൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല വിളക്കുന്നെങ്കിൽ വെളിച്ചത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൗത്യം പൂർത്തിയാക്കിയതിനു ശേഷം ലോകത്തോട് വിളിച്ചു പറഞ്ഞു, തറക്തുകും അലാ മഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ, ഞാൻ നിങ്ങളെ വിട്ടുപോകുന്നത് വലിയ ഒരു സുന്ദരമായ ശുഭ്രമായ എളിമയാർന്ന വെളിച്ചമുള്ള വഴിയിലാണ് വിട്ടുപോകുന്നത്. ലൈലുഹാ കനഹാരിഹാ, അതിന്റെ പാദരാത്രി പോലും പകൽ പോലെ പ്രകാശപൂരിതമാണ്. അതിന്റെ പാദരാത്രി പോലും പകൽ പോലെയാണ്. അവിടെ ഇരുട്ടില്ല, വെളിച്ചമാണ്. അവിടെ വിളക്കുണ്ട്. ആ വിളക്ക് പ്രത്യേകം സ്പെഷ്യലായി ഒരു മനുഷ്യന്റെ കൽവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശിപ്പിക്കുന്ന ആ വെളിച്ചമാണ്. എന്നിട്ടാണ് അല്ലാഹു അതിനെ സംബന്ധിച്ച് പറഞ്ഞത്, യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാഉ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ ആ പ്രകാശത്തിലൂടെ വഴി നടത്തും. അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ ആ വെളിച്ചം കാണിച്ച് അല്ലാഹു വഴി നടത്തും. അവന് സിറാത്തുൽ മുസ്തഖീം കാണാൻ കഴിയും, നേരായ വഴി കാണാൻ കഴിയും, സ്വർഗ്ഗത്തിലേക്കുള്ള വഴി കാണാൻ കഴിയും, നരകത്തിലേക്കുള്ള വഴിയും കാണാൻ കഴിയും. ആ വഴിക്കവൻ കടക്കാതെ സ്വർഗ്ഗ വഴിയിലൂടെ മാത്രമാണ് നടന്നു പോകും. അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു ഈ പ്രകാശത്തിലൂടെ വഴി നടത്തും. ഇത് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കൽവിൽ ആ വിളക്ക് സ്ഥാപിച്ചിട്ടുണ്ടോ? എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ആ വിളക്കുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ ആ വിളക്ക് നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അത് പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ കൽവിൽ ആ വെളിച്ചമുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ ആ വെളിച്ചമുണ്ടോ? അല്ലാഹുവിന്റെ നൂർ എന്ന് പറഞ്ഞ, ഫീഹാ മിസ്ബാഹ് എന്ന് പറഞ്ഞ, അൽ മിസ്ബാഹ് ഫീ ദുജാജ എന്ന് പറഞ്ഞ എണ്ണ പോലും അതിന്റെ എണ്ണ പോലും പ്രകാശിക്കുന്ന രൂപത്തിലുള്ള വിളക്കിൽ നിന്ന് ഖുർആൻ പറഞ്ഞ ആ വിളക്ക് നമ്മുടെ ഹൃദയത്തിൽ കത്തുന്നുവെങ്കിൽ മാത്രമാണ് നമ്മുടെ അഹ്ലുൽ ഈമാനാകുന്നത്, ഈമാന്റെ ആളുകളാകുന്നത്. ആ വിളക്ക് അത് എവിടെ നിന്ന് കിട്ടും? അതെവിടെ നിന്നാണ് കിട്ടുന്നത്? അതാണ് അല്ലാഹു നൂറായി അല്ലാഹുവിന്റെ ഖുർആൻ അവതരിപ്പിച്ചത്. റബ്ബിന്റെ നൂറായി അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ചത്. നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കാൻ അല്ലാഹു ആ നൂറ് അവതരിപ്പിച്ച, ആ പ്രകാശം അവതരിപ്പിച്ച മാസത്തെ അല്ലാഹു റമദാനിന്റെ മാസമായതുകൊണ്ട് ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഖുർആൻ. റമദാൻ എന്ന മാസത്തെ അല്ലാഹു പ്രത്യേകം അവതരിപ്പിച്ചത്. റമദാൻ മാത്രമല്ല, റബ്ബ് സുബ്ഹാനഹു വ തആല വീണ്ടും നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചു അതിന്റെ പ്രാധാന്യം അറിയാൻ, അതിന്റെ മഹത്വം അറിയാൻ. നമ്മുടെ ആ പ്രകാശത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് അത് ഹൃദയത്തിൽ മാക്സിമം കത്തിക്കാൻ, ഹൃദയത്തിൽ ആ പ്രകാശം കൂടുതൽ കൂടുതൽ കടക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കാൻ നമ്മളെ എങ്ങനെ വിളിച്ചത്? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്രി വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. ഖദ്റിന്റെ രാത്രിയിലാണ് നാം അവതരിപ്പിച്ചത്. ഖദ്റിന്റെ രാത്രിയിലാണ് നാം അവതരിപ്പിച്ചത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. ആ ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയുമോ? ഖദ്ർ എന്നൊരു പേര് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സമയത്തിന് നൽകുകയാണ്. ഖദ്ർ എന്തുകൊണ്ട് ആ പേര് നൽകിയത് എന്നതുപോലും 7 8 അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വിശദീകരിക്കുന്നത്. ഖദർ എന്ന വാക്ക് എന്താണ്? ഖദർ എന്ന് പറഞ്ഞത് സുന്നിയത് ബിദാലിക ലിഅഅമിഹാ വഖദരിഹാ വശറഫിഹാ മിൻ ഖൗലിഹിം ലിഫുലാനിൻ ഖദർ.
ഖദർ എന്ന് പറയാൻ കാരണം ആ മാസത്തിന്റെ അല്ലെങ്കിൽ ആ രാത്രിയുടെ പകല്, അതിന്റെ അമത്ത്, അതിന്റെ ബഹുമാനം, അതിന്റെ ഖദർ, അതിന്റെ ശറഫ്. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദർ. ആ രാത്രിക്ക് ഒരു പേരിട്ടതാവും. രാത്രിക്കിട്ട പേര് ഖദർ എന്ന രാത്രിയാണ്, ഖദർ എന്ന പേരാണ്. എന്തുകൊണ്ട്? ലിശറഫിഹാ വഖദരിഹാ, അതിന്റെ ശറഫ്, അതിന്റെ മഹത്വം കൊണ്ടാണ്. കാരണം ഒരു ഉന്നത സ്ഥാനമുള്ള ആള് അയാളെക്കുറിച്ച് പറയാൻ ഖദറുള്ള ആളാണ് എന്ന് പറയാറുണ്ട്. സ്ഥാനമുള്ള ആളാണ് എന്ന അർത്ഥത്തിൽ ഖദറുള്ള ആളാണ് എന്ന് പറഞ്ഞതുപോലെ ആ രാത്രിക്ക് ഖദർ എന്ന് പേരിട്ടത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ രാത്രിയുടെ അളവത്തും അതിന്റെ ബഹുമാനവും അതിന്റെ ശറഫും കൊണ്ടാണ്. അഭിപ്രായം ഏതെങ്കിലും ഒരാള് ആ രാത്രി അല്ലാഹുവിന്റെ താഅത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ ആ രാത്രി അല്ലാഹുവിന് വഴിപ്പെടുക വഴി അവന് കിട്ടുന്നത് ഖദറൻ അളീമൻ വസലാമൻ ജസീല, വലിയ സ്ഥാനമാണ്. ഒരു ലൈലത്തുൽ ഖദർ കിട്ടിയവൻ മഹാഭാഗ്യവാനാണ്. അവന് കിട്ടുന്ന ഖദർ, അവന് കിട്ടുന്ന സവാബ് ഒരിക്കലും എണ്ണിയാൽപ്പില്ലാത്തതാണ്. മൂന്നാമത്തെ അഭിപ്രായം ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവൻ, പുല്ലുവരയില്ലാത്തവൻ നമ്മൾ പറയില്ലേ, അത്തരം പോസ്റ്റിനായ ഒരു മനുഷ്യന് ഒരു ലൈലത്തുൽ ഖദർ കിട്ടിയാൽ ആ ലൈലത്തുൽ ഖദർ കൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും ഔന്നിത്യത്തിലേക്ക്, ഈമാനികമായ ഔന്നിത്യത്തിലേക്ക് കടന്നു ചെല്ലുന്നത് കൊണ്ടാണ് ഖദറിന്റെ രാത്രി എന്നതിന് പേര് വന്നത് എന്ന് മൂന്നാമത്തെ അഭിപ്രായം. നാലാമത്തെ അഭിപ്രായം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ ആ രാത്രിയിൽ ഇറക്കി വലിയ മഹത്വമുള്ള ഒരു ഗ്രന്ഥം, ഒരു പ്രവാചകൻ. ആ പ്രവാചകൻ ലോകത്തെ ഏറ്റവും മഹത്വമുള്ള പ്രവാചകനാണ്. ആ പ്രവാചകൻ അവതരിപ്പിച്ചു ഏറ്റവും അതുള്ള ഏറ്റവും മഹത്വമുള്ള ഒരു ഉമ്മത്തിന് വേണ്ടി അല്ലാഹു ആ ഖുർആൻ അവതരിപ്പിച്ചുകൊണ്ടാണ് ലൈലത്തുൽ ഖദർ, ആ രാത്രിക്ക് ഖദർ എന്ന് പേരിട്ടത് എന്ന് നാലാമത്തെ അഭിപ്രായം പറയുന്നു. അഞ്ചാമത്തെ അഭിപ്രായം ആ രാത്രിക്ക് ഖദറിന്റെ രാത്രി നേരിടാൻ കാരണം ചെറിയ മലക്കുകളെല്ലാം ഇറങ്ങി വരുന്നതെന്ന് എന്ന് പറഞ്ഞല്ലോ. ലോക്കൽ അല്ലെങ്കിൽ സ്ഥാനത്തിൽ കുറഞ്ഞ മലക്കുകളല്ല, നേരെ കുറച്ച് മലക്കുകളുടെ കൂട്ടത്തിലെ വിവിഐപികൾ, വലിയ സ്ഥാനമുള്ള പവറുള്ള കരുത്തുള്ള കഴിവുള്ള നേതാക്കന്മാരായ സാഹുക്കളായ വലിയ നേതാക്കളായ മലക്കുകളിൽ ഇറങ്ങി വരുന്ന രാത്രിയാണത്. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദർ എന്ന് പേരിട്ടത്. അഞ്ചാമത്തെ അഭിപ്രായം. ആറാമത്തെ അഭിപ്രായം ആ രാത്രി അല്ലാഹു പ്രത്യേകമായ ഖൈറും ബറകത്തും മഗ്ഫിറത്തും കോരിച്ചൊരിയുന്ന രാത്രിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖൈറുകളും ബറകാത്തുകളും മഗ്ഫിറത്തുകളും കോരിച്ചൊരിയുന്ന ഒരു രാത്രിയാണെന്നത് കൊണ്ടാണ്. ഏഴാമത്തെ അഭിപ്രായം അന്നല്ലാഹ ഖദ്ദറ ഫിഹാ റഹ്മത അലൽ മുഅ്മിനീൻ അല്ലാഹു സയക്തുബുഹാ ലില്ലദീന ആമനു ലദീന വത്തഖൂ എന്ന് പറഞ്ഞില്ലേ. അതേ വിശ്വാസികൾക്ക് അല്ലാഹു പ്രത്യേകം കൊടുക്കുന്ന റഹ്മത്ത്, ആ റഹ്മത്തിന്റെ ഖദർ അല്ലാഹു കണക്കാക്കി മാറിക്കൊടുക്കുന്ന രാത്രിയായതുകൊണ്ടാണെന്നാണ് ഏഴാമത്തെ അഭിപ്രായം. എട്ടാമത്തെ അഭിപ്രായം ഉണ്ടാകും, ഇടുക്കമുണ്ടാകും, തിക്കും തിരക്കും ഉണ്ടാകും മലായികത്തുകളുടെ. എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞപ്പോൾ എന്ന വാക്കാണ് അവിടെ പ്രയോഗിച്ചത്. ഒരു മനുഷ്യന്റെ രിസ്ക് ഇടുങ്ങുന്നതിന് ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം ഖുദ്റ എന്നാണ്. അതുകൊണ്ട് തന്നെ മലായികത്തുകൾ ഭൂമിലോകത്ത് ഇറങ്ങി അവരെ കൊണ്ട് തിങ്ങി വിങ്ങുന്ന രാത്രി, അതുകൊണ്ടാണ് ഖദറിന്റെ രാത്രി എന്ന് ആ രാത്രിക്ക് പേരിട്ടത് എന്ന് അതിന്റെ വിശാലമായ അർത്ഥതലങ്ങളെ എന്തുകൊണ്ട് ഒരു രാത്രിക്ക് അല്ലാഹു ഖദർ എന്ന് പേരിട്ടു? നമ്മളൊന്നും ആലോചിക്കുന്നില്ല. നമ്മുടെ ആയത്തിങ്ങനെ ഓടിപ്പോല്ലാതെ നമുക്ക് ആലോചിക്കാൻ ഓടുകയല്ലാതെ അല്ലാഹു ഒരു കാര്യം അഡ്രസ് ചെയ്ത് ചോദിച്ചൊരു ചോദ്യം, ആ ചോദ്യത്തെ പറ്റി നമ്മൾ ചിന്തിക്കാത്തതോട് കൂടുതൽ നമുക്ക് അറിഞ്ഞിക്കേണ്ടതില്ല. ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിനക്കറിയാമോ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിനക്കറിയാമോ? എന്നിട്ട് അല്ലാഹു പറഞ്ഞത് ലൈലത്തുൽ ഖദർ ഖൈറുൻ മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദർ ഖൈറുൻ മിൻ അൽഫി ശഹർ, 1000 മാസത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രി. 1000 മാസത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രി എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഫضل നമുക്ക് മനസ്സിലാകും, അതിന്റെ അളവ് നമുക്ക് മനസ്സിലാകും.
കാരണം ഒരു മനുഷ്യൻ 83 കൊല്ലവും അതിൽ കൂടുതലും ഒരു മനുഷ്യന്റെ ആയുസ് മുഴുവനും വിവാദത്തിനായി ചെലവഴിക്കുന്ന, ഉറങ്ങാതെ കൊണ്ടാണ് 24 മണിക്കൂറും 83 കൊല്ലവും അതിനപ്പുറവും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന പ്രതിഫലം ഒറ്റ രാത്രിയുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അതായത് പ്രത്യേകത, ഒരു രാത്രിക്ക് 83 കൊല്ലത്തിനപ്പുറം പവർ കൊടുക്കുന്ന, സ്ഥാനം കൊടുക്കുന്ന രാത്രി അതിൽ 1 മണിക്കൂർ 8 കൊല്ലത്തെ പ്രതിഫലമാണ്. ലൈലത്തുൽ ഖദറിൽ 1 മണിക്കൂർ 8 വർഷത്തെ പ്രതിഫലമാണ്, 8 കൊല്ലത്തെ അധ്വാനത്തിന്റെ പ്രതിഫലമാണ്. അവിടെ 1 മിനിറ്റ് കിട്ടിയാൽ 2 മാസക്കാലം നിരന്തരമായി ഇബാദത്ത് ചെയ്യുന്ന പ്രതിഫലം 1 മിനിറ്റിന് മാത്രമല്ല. 1 സെക്കൻഡ് നേരം ലൈലത്തുൽ ഖദറിൽ സുബ്ഹാനല്ലാഹ്, 1 സെക്കൻഡ് നേരം സുബ്ഹാനല്ലാഹ് അല്ലെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവനും 24 മണിക്കൂറും ഇബാദത്ത് ചെയ്യുന്ന പ്രതിഫലമാണ്. മനസ്സിലാക്കണം, ഒരു രാത്രി, ആ രാത്രി കൊണ്ട് ഒരു മനുഷ്യൻ നേടാൻ കഴിയുന്നത് 83 കൊല്ലക്കാലത്തെ ഇബാദത്തിന്റെ കൂലിയാണ്. അതിനപ്പുറം കുറച്ച് വിചാരണയുണ്ട്, കറക്കലിൽ കുറച്ചുകൂടി കൂടുതലുണ്ട്. 83 കൊല്ലവും അതുപോലെ തന്നെ കുറച്ച് കൂടുതലും. 1 മണിക്കൂറാണെങ്കിൽ 8 കൊല്ലത്തെ പ്രതിഫലം. അവരെ സംബന്ധിച്ചിടത്തോളം 1 മിനിറ്റ് ആണെങ്കിൽ 2 മാസത്തെ പ്രതിഫലം, 1 സെക്കൻഡ് ആണെങ്കിൽ 1 ദിവസത്തെ മുഴുവനും പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല വാരിക്കോരി കൊടുക്കുക. അതുകൊണ്ട് റമദാന്റെ അവസാനത്താകുമ്പോ നബിക്കറിയാം, ഹബീബിനറിയാം, അല്ലാഹുവിന്റെ നൂർ അവതരിപ്പിച്ച് ആദരിച്ച സമയമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രത്യേകത രാത്രി മുഴുവൻ റസൂൽ ജീവിപ്പിക്കുമായിരുന്നു. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചിട്ട് രാത്രി റസൂൽ ഉറങ്ങാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി രാത്രി മുഴുവനും രാത്രി മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിപ്പിക്കുകയാണ്, ഹയാത്താക്കുകയാണ്. മാത്രമല്ല തന്റെ വീട്ടുകാരെ വിളിക്കുകയാണ് റസൂല്, വീട്ടുകാരെ വിളിക്കുകയാണ്, വീട്ടുകാരെത്തി വിളിക്കുകയാണ്, മക്കളെ വിളിക്കുകയാണ്. അല്ലാത്ത സമയത്ത് പോലും രാത്രിയിൽ മക്കളെയും അതുപോലെ ഭർത്താവിനെയും ഭാര്യയെയും ഒക്കെ വിളിക്കുന്നവർക്ക്, നിസ്കരിക്കാൻ വിളിക്കുന്നവർക്ക് അല്ലാഹു പ്രത്യേകം റഹ്മത്ത് ചെയ്യട്ടെ പ്രാർത്ഥിച്ചാൽ ഒരു സ്ത്രീക്ക് അല്ലാഹു അനുഗ്രഹം ചെയ്യട്ടെ. രാത്രിയിൽ അവർ നിസ്കരിക്കാൻ എഴുന്നേറ്റപ്പോ പദത്തിനടിയിൽ പൂണ്ടിടക്കുകയാണ് അവരുടെ ഭർത്താവ്. ആ സന്ദർഭത്തിൽ അല്പം വെള്ളം കൊണ്ടുവന്ന് ഭർത്താവിന്റെ മുഖത്ത് തളിച്ചിട്ട് പ്രിയപ്പെട്ടവരെ എഴുന്നേറ്റ് നിങ്ങൾ ഈ രാത്രിയിൽ ഒന്ന് നിസ്കരിക്കുമോ എന്ന് ഭർത്താവിനെ വിളിച്ചുകൊണ്ട് നിസ്കരിപ്പിക്കുന്ന പെണ്ണിന് അവർക്ക് അല്ലാഹു പ്രത്യേകം കരുണ ചൊരിയട്ടെ എന്ന് ഹബീബുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ നബി പറഞ്ഞു റഹിമല്ലാഹു റജുലൻ, ഒരു പുരുഷനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അയാൾ രാത്രി എഴുന്നേറ്റു, നിസ്കരിക്കാൻ എഴുന്നേറ്റതാണ്, സുബഹി നിസ്കരിക്കാനല്ല, രാത്രി നിസ്കരിക്കാൻ എഴുന്നേറ്റതാണ്. ആ സന്ദർഭത്തിൽ തന്റെ ഭാര്യ പദത്തിനടിയിൽ പൂണ്ടുറങ്ങുകയാണ്. ആ മനുഷ്യൻ വെള്ളമെടുത്ത് ഭാര്യയുടെ മുഖത്ത് ധരിച്ച് എഴുന്നേറ്റ് നിസ്കരിക്കാമോ, അല്ലാഹുവിന്റെ വലിയ പ്രതിഫലമുണ്ട്, അതുകൊണ്ട് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന പറഞ്ഞ് ഭാര്യയെ വിളിച്ചുകൊണ്ട് നിസ്കരിപ്പിക്കുന്ന, രാത്രി നിസ്കരിപ്പിക്കുന്ന ആ പുരുഷന് അല്ലാഹു കരുണ ചൊരിയട്ടെ എന്ന് അഷ്ഫാഅത്തുൽ നായകനായ ഹബീബുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. അപ്പോൾ അല്ലാത്ത സമയത്ത് പോലും അതിൽ പ്രത്യേക പ്രതിഫലമുണ്ട്. എന്നാൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുമ്പോൾ വീടുകളിൽ ആരും ഉറങ്ങുന്നില്ല. മക്കൾ ഉറങ്ങട്ടെ, ഞാൻ പള്ളിയിലേക്കല്ല, ഭാര്യ ഉറങ്ങട്ടെ, ഞാൻ പള്ളിയിലേക്കല്ല. കൂട്ടുകുടുംബാദികളെ മറ്റു മാസങ്ങളിൽ ഇല്ലാത്ത പ്രാധാന്യം കണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ മക്കളെ വിളിച്ചുകൊണ്ടിട്ട് നിസ്കരിപ്പിക്കുമായിരുന്നു. കാരണം കിട്ടാവുന്ന പ്രതിഫലം ചെറുതല്ല, കൂലി ചെറുതല്ല. മൂന്നാമതായി പ്രവാചകൻ ചെയ്ത പ്രവർത്തനം പ്രവാചകൻ മുണ്ടുമുറുക്കി കൊടുക്കുമായിരുന്നു. 2 വ്യാഖ്യാനമാണ് നൽകിയത്. ഒന്ന് പ്രവാചകന്റെ ആവേശമാണ്, ഒരുങ്ങി ഇറങ്ങുകയാണ്, അലസമായി വരികയല്ല, പെട്ടുപോവുകയല്ല. അങ്ങനെയൊക്കെയാണ് പലപ്പോഴും
നമ്മിൽ പലരും പല കാര്യങ്ങളിലും പല നന്മകളിലും ഒക്കെ പെട്ടുപോകലാണ്. സെക്രട്ടറി ആയതുകൊണ്ട്, പ്രസിഡന്റ് ആയതുകൊണ്ട്, ഖജാൻജി ആയതുകൊണ്ട്, പള്ളിയുടെ കമ്മിറ്റിക്കാരനായതുകൊണ്ട് പോകാതിരിക്കാൻ നിർവാഹമില്ല. അങ്ങനെ പെട്ടുവല്ല. അവന്റെ സെക്രട്ടറി പോസ്റ്റ് തെളിച്ചാലോ, പ്രസിഡന്റ് പോസ്റ്റ് തെളിച്ചാലോ, ഖജാൻജി പോസ്റ്റ് തെളിച്ചാലോ ആ വഴിക്ക് പിന്നെ അവനെ കാണൂല. ഈ രൂപത്തിൽ പെട്ടുവരികയല്ല പ്രവാചകൻ. നേരെ മറിച്ച് മുണ്ട് മുറുക്കി ഒഴിച്ചു വരികയാണ്. അതിന് തയ്യാറായി വരികയാണ്. അത് രണ്ട് വ്യാഖ്യാനമാണ് നൽകിയത്. ഒന്ന്, പ്രവാചകന്റെ ആവേശമാണ് രംഗത്തേക്കുള്ള. രണ്ട്, പ്രവാചകൻ ഭാര്യമാരുമായി അകൽച്ച പാലിക്കുമായിരുന്നു. ഭാര്യാഭർത്തൃ സംസർഗത്തിൽ നിന്ന് പ്രവാചകൻ അകന്നു നിൽക്കുമായിരുന്നു. കാരണം വെച്ചാൽ ആ സമയത്ത് കൂടുതൽ അദ്ദേഹം പ്രവാചകൻ ഹബീബുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി റബ്ബിലേക്ക് ഖൽവത്ത് ചെയ്ത് അല്ലാഹുവിലേക്ക് തനിച്ചായി കൂടുതൽ ഫിക്റിൽ, കൂടുതൽ ശുക്റിൽ, കൂടുതൽ തിലാവത്തിൽ, കൂടുതൽ സുജൂദിൽ, കൂടുതൽ ദുആയിൽ, അങ്ങനെ അല്ലാഹുവുമായുള്ള ഖൽവ, അല്ലാഹുവുമായി തനിച്ചാവുക. ദുനിയാവിന്റെ ഫിക്റുകളൊക്കെ വിട്ട്, കച്ചവടത്തിന്റെ ഫിക്റുകളൊക്കെ വിട്ട്, മറ്റു ഭൗതികമായ ഫിക്റുകളും ചിന്തകളും ഹമ്പുകളും ഒക്കെ മാറ്റിവെച്ച് റബ്ബുമായ ഖൽവ, അല്ലാഹുവുമായി തനിച്ചാവുക. ഈ രൂപത്തിൽ പ്രവാചകൻ സ്വന്തം ഭാര്യമാരുമായുള്ള സംസർഗം പോലും ഈ സന്ദർഭത്തിൽ ഒഴിവാക്കുമായിരുന്നു. അതിന്റെ മജാസിയായ പ്രയോഗമാണ്. അതേ പ്രവാചകൻ മുന്നു മുറുക്കി കൊടുക്കുമായിരുന്നു എന്ന് അതേ വ്യാഖ്യാനിച്ച് പറയുന്നത് കാണാൻ കഴിയും. നാലാമതായി, അത് നമുക്കുള്ളതല്ല, നമുക്ക് അനുകരിക്കാൻ പാടില്ലാത്തതാണ്. നബിക്കും മാത്രം അനുമതി ചെയ്യാൻ കഴിയുന്ന കാര്യമാണത്. നബിക്കും മാത്രം അനുവദനീയമായ കാര്യമാണ്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന അവസാന രാത്രികളിൽ നബി നോമ്പ് തുറക്കുന്നത് നമ്മുടെ അത്താഴം കഴിക്കുന്ന നേരത്താണ്. മഗ്‌രിബിന്റെ ബാങ്കിൽ പ്രവാചകൻ നോമ്പ് തുറക്കൂല. നബി ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന സമയത്ത് നോമ്പ് തുറക്കുന്നത് അത്താഴത്തിന്റെ നേരത്താണ്. അത് റസൂലുള്ളാഹിക്ക് മാത്രം ഖാസ്സാണ്. നമുക്ക് സമയമായ നോമ്പ് തുറക്കണം. നോമ്പ് അത് അതിന്റെ ഫുതൂർ ചെയ്യണം. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തുടർച്ചയായി നോമ്പ് നോക്കാൻ അവകാശമുണ്ട്. മുറിക്കാതെ ദിവസങ്ങളോളം നോമ്പ് നോക്കാൻ പ്രവാചകന്റെ അഹാസ്വായ, പ്രവാചകന് മാത്രം മുഖ്തസ്വായ ചില കാര്യങ്ങളിൽ ഒന്നാണത്. റസൂലുള്ളാഹിക്ക് 4 ഭാര്യമാർ, കൂടുതൽ ഭാര്യമാരുണ്ടായിരുന്നു. അത് റസൂലുള്ളാഹിക്ക് മുഖ്തസ്വാൻ, ബാക്കിയുള്ളവർക്ക് അത് അനുകരിക്കാൻ പറ്റില്ല. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുറിക്കാതെ നോമ്പ് നോക്കുമായിരുന്നു. ഈ റമദാനിലെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാത്രികളിൽ പ്രവാചകൻ നോമ്പ് തുറക്കുന്നത് അത്താഴത്തിന്റെ നേരത്താണ്. മാത്രമല്ല, അഞ്ചാമതായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ ചെയ്തിരുന്നത് ഇഖ്തിസാലുഹു ബൈന അശാഇൻ. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ഒരു കുളി നിർവഹിക്കുമായിരുന്നു. അത് കൂടുതൽ ഉന്മേഷം കിട്ടാനാണ്. എന്ന് മഹാനായ ഇബ്നു അദ്ദേഹം അതിനെ വിശദീകരിച്ചത് കാണാൻ കഴിയും. അതേ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉന്മേഷം കിട്ടാൻ വേണ്ടി ഒരു കുളി നിർവഹിക്കുമായിരുന്നു എന്നാണ്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ ആറാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിരുന്നത് ഇഅ്തികാഫുഹു. എല്ലാ രാത്രിയിലും അല്ലാഹുവിന്റെ റസൂൽ ഇഅ്തികാഫ് നിർവഹിക്കും. പ്രവാചകൻ ഖൽവത്തിലാകും, പള്ളിയിലാകും, ദിക്റിലും തിലാവത്തിലുമായി കഴിച്ചുകൂട്ടും, പ്രാർത്ഥനകളിലായി കഴിച്ചുകൂട്ടും. ദീർഘമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കും. ഇങ്ങനെ ആ രാത്രി, പരിശുദ്ധമായ റമദാനിന്റെ രാത്രി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദർ വരുന്ന രാത്രിയായതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ ആവേശവും ജലമാകുമായിരുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം, അന്നത്തെ രാത്രിയിൽ കിട്ടാവുന്ന നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ, അന്ന് വാരിക്കോരി എടുക്കാവുന്ന പ്രകാശം, ഈമാൻ, അതിന്റെ ആ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി മനസ്സിലാക്കി. എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ ഖദറുള്ള രാത്രിയാണത്, തഖ്ദീറുള്ള രാത്രിയാണത്. നമുക്കറിയാം, നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തെ കാര്യം അത് അല്ലാഹുവിന്റെ ഖദറുള്ള വിശ്വാസമാണ്. ആ ഖദർ തന്നെ അത് വ്യത്യസ്തങ്ങളായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ആയുഷിൽ മൊത്തത്തിൽ അല്ലാഹു നൽകിയ ഖദറുണ്ട്. അതിൽ തന്നെ ഉമ്മായുടെ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കിനെ വിട്ടുകൊണ്ട് പ്രത്യേകം രേഖപ്പെടുത്തിയ ഖദറുണ്ട്. فيؤمر بأربع كلمات ويقال له اكتب عمله ورزقه وأجله وشقي أو سعيد. 4 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ആയുഷിൽ അവന്റെ ഉമ്മാന്റെ വയറ്റിൽ അല്ലാഹു ഖദർ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, അങ്ങനെ എഴുതിയ ഖദർ മാത്രമല്ല, അത്തഖ്ദീറു സനവി, കൊല്ലത്തിൽ അല്ലാഹു പ്രത്യേകം ഖദർ നിശ്ചയിക്കുന്നുണ്ട്. പ്രത്യേകം ഖദർ, അതാണ് ആയത്തിൽ പറഞ്ഞത്. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ മിൻ കുല്ലി
ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അതാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയത്തെ തഫ്സീർ പറഞ്ഞത്. യക്തുബു മിൻ ഉമ്മിൽ കിതാബ് ഫീ ലൈലത്തിൽ ഖദർ മാ ഹുവ കാഇനു ഫി സനതി മിനൽ ഖൈരി വശ്ശർരി വൽ അർസാഖി വൽ ആദാനി ഹത്തൽ ഹാജ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തെ വിശദീകരിച്ച് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മുൽ കിതാബിൽ നിന്ന് അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഉമ്മുൽ കിതാബിൽ നിന്ന് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ആ ഒരു കൊല്ലത്തെ വരാനുള്ള വർഷത്തെ കാര്യങ്ങൾ അതേ ആ കൊല്ലത്തിൽ സംഭവിക്കാനുള്ള സംഗതികൾ മുഴുവൻ രേഖപ്പെടുത്തും. മിനൽ ഖൈരി എന്തെല്ലാം ഖൈറാത്തുകളുണ്ടോ അത്